പ്ലേ ബാക്കിങ്ങിലോട്ട് എങ്ങനെയാണ് ഏത് സമയത്താണ് വന്നത്? പ്ലേ ബാക്ക് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇനി ഒരു ഇതിൽ പാടുന്ന ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില്, അത് ഗപ്പി എന്ന് പറഞ്ഞ മൂവിയില് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ പഴയ അമരം എന്ന് പറഞ്ഞ മൂവിയിലെ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്ന് പറഞ്ഞ അച്ഛൻ പറയും, അച്ഛനും അമ്മയും പറയും. അതല്ലാതെ അങ്ങനെ ഒരു ഭയങ്കര മ്യൂസിക് ഡിസ്കഷൻസ് അങ്ങനെ, പക്ഷെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആ ശ്രീനാഥിന്റെ അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് ഫുൾ ടൈം മ്യൂസിക്കാണ്. നൂലാമാല പാലം കേറി വയ്യാവേലിക്കുള്ളിൽ ചാടി. ഇപ്പൊ വീട്ടിലിപ്പം നേരത്തെ പറഞ്ഞ മ്യൂസിക്കൽ ഫാമിലി ആണല്ലോ, അപ്പൊ ഈ നിങ്ങൾ സംസാരം മൊത്തം മ്യൂസിക് റിലേറ്റഡ് ആയിരിക്കും അല്ലേ? ഇല്ല, അതെല്ലാരും അങ്ങനെ വിചാരിക്കുന്ന. പക്ഷെ ആക്ച്വലി ശ്രീനാഥിന്റെ കൂടെ കുറച്ചെങ്കിലും ഉണ്ട്. എന്റെ വീട്ടിൽ ചെന്ന മ്യൂസിക്കേ ഇല്ല, സംസാരമേ ഉണ്ടാവാറില്ല. അങ്ങനത്തെ കേൾപ്പിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഉണ്ടാവും. പക്ഷെ അങ്ങനെ അച്ഛനും അമ്മയും പറയും. അതല്ലാതെ അങ്ങനെ ഒരു ഭയങ്കര മ്യൂസിക് ഡിസ്കഷൻസ് അങ്ങനെ, പക്ഷെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആ ശ്രീനാഥിന്റെ അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് ഫുൾ ടൈം മ്യൂസിക്കാണ് അവിടെ. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ വഴക്ക് കിട്ടാറുണ്ട്. ശ്രീനാഥ് ഞാൻ ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് പ്രാക്ടീസ് ചെയ്യാത്തതിനാണ്. ശ്രീനാഥ് ഡൈഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഞാൻ ഉഴപ്പും. അപ്പൊ ശ്രീനാഥ് കാഞ്ചി ഇന്ന് മോശമാണ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ, അതിനാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റവും വലിയ അടി. അപ്പൊ അത് എനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. ശ്രീനാഥ് അത്രയും എന്നെ സപ്പോർട്ടും വഴക്കും എല്ലാം പറഞ്ഞ് ഇങ്ങനെ, തീർച്ചയായിട്ടും അത്രയും എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നോണ്ട് എനിക്കതൊരു ഗുണം വരുന്നുണ്ട് എന്തായാലും. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കവർ സോങ്സും കുറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വളരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോബിയോടാണ് താങ്ക്സ് പറയുന്നത്. പുള്ളിയുടെ ഫോഴ്സ് ചെയ്താണ് ഞാൻ ഓരോ സോങ്സും ഇറക്കുന്നത്. അവനിങ്ങനെ കഞ്ചി ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം. ഞാൻ ഭയങ്കര മടിയായിട്ട് നമ്മൾ ആ കവറൊക്കെ ചെയ്യണോ, മോശം എന്ന് പറഞ്ഞിരുന്നിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അത് കുറച്ച് സീരിയസ് ആയിട്ട് അവൻ പറയുന്നത് കേട്ട് ഇറങ്ങുന്നുണ്ട്. സോങ് സെലക്ഷൻ ഒക്കെ രണ്ടുപേരും കൂട്ടാണോ? ഇപ്പം മിക്കത് ഞാൻ എന്റെ സെലക്ഷനാണ്. എനിക്ക് എല്ലാരും പാടുന്ന പാട്ടുകൾ ഇങ്ങനെ മീൻസ് ഇൻസ്റ്റാഗ്രാം നിറഞ്ഞു നിൽക്കുന്ന കോമൺ അങ്ങനത്തെ സോങ്സ് ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. എനിക്ക് ഇഷ്ടമുള്ള എന്റെ പാട്ടുകൾ അപ്പൊ എല്ലാരും പറയും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അങ്ങനെ നോക്കരുത്, കുറച്ചൊരു കോമൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത്. സോങ്സ് എല്ലാരും കേട്ട പാട്ടുകളാണ്, കേട്ടത് മാത്രമല്ല. ഇപ്പൊ ഒരു സോങ് ഇറങ്ങി നമ്മൾ അവരുടെ എന്റെ കവർ അങ്ങനെ അതൊരു അത് ചെയ്യണം എന്നാണ് എല്ലാരും പറയുന്നത്. കാരണം നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ അതൊരു ഹെൽപ്പാണ് അങ്ങനെ. ഞാൻ അതിന് ഭയങ്കര പുറകോട്ടാണ്. ഞാനിങ്ങനെ ആ പാട്ടിനേക്കാൾ എനിക്ക് ചേരുന്ന പാട്ട് ഇതല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ കുറേ എന്നെ തന്നെ ഞാൻ ജഡ്ജ് ചെയ്യും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. കുറേയുണ്ട് പക്ഷെ ഈ പാട്ട് ഞാൻ പാടിയാൽ ഒരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടാം. പക്ഷെ ഞാൻ ആ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അധികം ആൾക്കാർ ചൂസ് ചെയ്യാത്ത സോങ്സ് നോക്കിയിട്ട് സോങ്സ് എന്റെ ഒരു ജോണറിന് പറ്റുന്ന ടൈപ്പ് പാടിയിടാറുണ്ട്. പഴയ പാട്ടുകളാണോ? പഴയ പാട്ടുകൾ പാടാറുണ്ട്. ഞാൻ കാരണം ഒരു 20s വരെയും ഞാൻ പഴയതാ കൂടുതലും പാടിയിട്ടുള്ളത്. ദേവരാജ മാഷിന്റെയും അങ്ങനത്തെ പാട്ടുകളല്ലേ ഞാൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിടയ്ക്ക് വരെ പുതിയ പാട്ടുകളെ ടച്ച് ഇല്ലാതെ ആയിപ്പോയി. പക്ഷെ അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനത്തെ ബാൻഡിലൊക്കെ പാടാനും ഇവിടുത്തെ അല്ലാത്ത ഷോസിനൊക്കെ വേണ്ടി ഞാൻ മനഃപൂർവ്വമായിട്ട് ഇരുന്ന് പഠിച്ചാണ് ആക്ച്വലി പുതിയതിലേക്ക് വരുന്നത്. ഇപ്പൊ പിന്നെ ഓക്കെ ഏറ്റവും കൂടുതൽ പാടിയിരുന്നത് പഴയ പാട്ടിന്റെ എപ്പോഴും ട്രിവാൻഡ്രത്ത് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് എല്ലാ ജോണറും നമ്മൾ ഏകദേശം പാടാൻ, ഞാൻ മെലഡിയെ പാടും അല്ലെങ്കിൽ ഞാൻ ഇതേ പാടുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എല്ലാം ഞാനിപ്പം എന്റെ ഒരു ഇപ്പൊ അടുത്ത് ഞാൻ സ്റ്റീഫൻ ചേട്ടന്റെ ബാൻഡിലൊരു പെർഫോമൻസ് ചെയ്തു. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്ത് സോങ് വരുന്നോ അത് നമ്മൾ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അവിടെ ഞാൻ ഇന്നതേ പാടൂ അല്ലെങ്കിൽ ഇതാണ് എന്റെ അങ്ങനെ പറഞ്ഞ് ഞാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാം ട്രൈ ചെയ്യണം. ഈ സ്റ്റേജിൽ പാടുമ്പോൾ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ ഏതാണ്? കുഞ്ഞിലേ ചെയ്തുകൊണ്ട് മറ്റേത് ഈസിയാണ് എനിക്ക്. ഇപ്പം പഴയ പാട്ട് ഇപ്പൊ ഒരു ദേവരാജ മാഷ് അനുസ്മരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ല, നാളെ പോവാം അല്ലെങ്കിൽ ഇപ്പൊ പോവാം. കാരണം അത് നമ്മൾ അതിലാണ് യൂസ് ടു. എനിക്ക് അനങ്ങാതെ വെച്ചാൽ ആ ബുക്ക് നോക്കി ഒറ്റയടിക്ക് പാടുക എന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധമായിട്ട് ഇങ്ങനത്തെ ഷോസ് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് ഇനി ഏജ് കൂടുന്തോറും പേടി കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ട് ഈ ജോബി എന്നെ ബാൻസിൽ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. പുള്ളി അവന്റെ ബാൻസിൽ പെർഫോം ചെയ്താൽ ഞാൻ ബാൻസിലേക്ക് തുടങ്ങുന്നത്.
അപ്പം ഞാനിങ്ങനെ അനങ്ങാതെ നിൽക്കുമ്പോൾ അവൻ പറയും അനങ്ങ് ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്യുക. അവ ഭയങ്കര പാടായിരുന്നു. ആദ്യത്തെ ഒരു 5-6 സ്റ്റേജ് അവനിങ്ങനെ ടോക്ക് ബാക്കിൽ നീ എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് എന്ന് കാരണം ഞാൻ അതെല്ലാം ശീലിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലോട്ട് വരാൻ ഇത്തിരി സമയം എടുക്കും. അപ്പൊ ഇപ്പൊ പക്ഷെ കുഴപ്പമില്ലാതെയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഓഡിയൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മറ്റേത് നമ്മൾ അത് ചെയ്യുന്നില്ലല്ലോ, സീരിയസ് ആയിട്ട് നിന്ന് ഒരിടത്ത് നിന്ന്. ട്രെൻഡൊക്കെ മാറി, ഇപ്പൊ അത് മാറി. അപ്പൊ അത് ചെയ്യാൻ തുടങ്ങി. അതിലേക്കും സ്വിച്ച് ചെയ്യാൻ ഒരുപാട് പാട് വന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊക്കെ എനിക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ജോബി അവരൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഒരു നീ അത് നോക്കരുത്, ഓഡിയൻസിനെ നമ്മളൊക്കെ ഫ്രണ്ട്സിനെ പോലെ കണ്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പോ അങ്ങനെ കുറച്ച് ഷോസ് അവരുടെ കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാം ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമുക്കൊരു കംഫർട്ട് ഇത് കിട്ടി, കംഫർട്ട് സോണിലേക്ക് വന്നു. അങ്ങനെ കുറെ ചെയ്യാൻ പറ്റി. എന്തായാലും ഇപ്പം ഓൺലൈനിൽ ചെയ്യുന്നുണ്ടല്ലേ, പാട്ട് പഠിപ്പിക്കുന്നുണ്ട് പിള്ളേർ? പാട്ട് ഞാൻ ആക്ച്വലി MA കഴിഞ്ഞ് MPhil പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങിയതാ. ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത്. ഓൺലൈനേ എടുക്കണ്ടുള്ളൂ, കാരണം ഞാൻ എപ്പോഴും ട്രാവലിംഗും ഷോസും, അപ്പം നമ്മൾ മിസ്സാക്കാൻ പാടില്ല ക്ലാസ്. അപ്പം കുറച്ച് കുട്ടികളെ എടുക്കുന്നുണ്ട്. അത് ഒരു 5 years ആയിട്ട് പോകുന്നുണ്ട്. ഏത് പ്രായം തൊട്ടുള്ള പിള്ളേരുണ്ട്? പാടാൻ മീൻസ് നമ്മൾ 5 വയസ്സ് മുതൽ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. 5 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. പക്ഷെ അത് ഡിപ്പെൻസ് ലൈക്ക് ഓൺ ദ കുട്ടി. ആ കുട്ടി ഇപ്പൊ 5 വയസ്സിൽ പാടാൻ പറ്റുന്ന കുട്ടിയാണെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. അല്ല കാരണം നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ആവും. കുട്ടിക്ക് പാടാൻ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനത്തെ 5 വയസ്സ് മുതൽ എടുക്കുന്നുണ്ട്. കൂടുതലും കുട്ടികളാണ് എനിക്കുള്ളത്. പിന്നെ എന്റെ ഏജ് ഗ്രൂപ്പിൽ 2-3 പേരുണ്ട്. അപ്പം അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ടീച്ചറിനെക്കാളും ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലായി. അപ്പൊ അവര് ഇങ്ങോട്ട് കുറെ ഇൻപുട്സ് തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കും. പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്നിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ അതൊക്കെ ഓൺലൈനാണ്, ഫുൾ ഓൺലൈനാണ്. പിന്നെ ഓഫ്ലൈൻ ഞാൻ ഇപ്പം ഒരു 2 വർഷമായിട്ട് ഷാൻ റഹ്മാൻ ഇക്കയുടെ SRMC എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഞാൻ ഇപ്പം നേരിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്ലാസ്. അവിടെയും കുട്ടികളാണ്. അപ്പം എനിക്ക് ആ കുട്ടികളുടെ കൂടെ ആകുമ്പോൾ നമ്മളും ഭയങ്കര രസമാണ്, ഇന്ററാക്ഷനും ക്ലാസ്സസും. ഒരുപാട് കർണാട്ടിക് തന്നെ പഠിപ്പിക്കുന്നെങ്കിലും പിള്ളേരുടെ കൂടെ വരുമ്പോ വേറൊരു രസമാണ്. വൈബ് വേറെയാണ്. ഇപ്പം ഹസ്ബൻഡ് ഹിന്ദുസ്ഥാനി ആണല്ലോ പഠിക്കുന്നത്. എപ്പോഴേലും ഹിന്ദുസ്ഥാനി പഠിക്കണം എന്നുള്ളൊരു തോന്നൽ? ഹിന്ദുസ്ഥാനി ഞാൻ ആക്ച്വലി കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ മീൻസ് ഹിന്ദുസ്ഥാനി തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് അഭ്രതിത ബാനർജി ടീച്ചറിന്റെ ശിഷ്യയാണ്. ഹിന്ദുസ്ഥാനിയിൽ വിശാരദ് കോഴ്സ് കഴിഞ്ഞു. 6 വർഷത്തെ അത് എക്സാമും എഴുതി, അത് പാസ്സായി. അല്ലാതെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കാരണം കർണാട്ടിക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ കർണാട്ടിക് മാത്രം റെഗുലറായിട്ട് പഠിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ടീച്ചറിന്റെ അടുത്ത് ഇപ്പോഴും ടീച്ചറിന്റെ ആനുവൽ ഡേ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് കൂടെ തന്നെ ഉണ്ട് ടീച്ചറിന്റെ ഇത്. ടീച്ചറിന്റെ അവിടെ നമ്മൾ കുറെ ഫ്രണ്ട്സ്, നമ്മൾ സീനിയർ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ എല്ലാവരും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാടും, പ്രോഗ്രാംസ് ചെയ്യും. അത് ടീച്ചറിന്റെ ഇതിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കോളേജിൽ യൂത്ത് ഫെസ്റ്റിവലിന് ഗസൽസ് ഒക്കെ പാടുന്നതും കോമ്പറ്റീഷനിലൊക്കെ മത്സരിക്കുന്നതും. അപ്പൊ ടീച്ചർ ഒരുപാട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗസൽസ് സെലക്ട് ചെയ്ത് വന്ന് പഠിപ്പിച്ച്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതിനും ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അതുകൊണ്ട് അതും പഠിച്ചിട്ടുണ്ട്. ഇല്ല, അതും രണ്ടും ഉണ്ട്. അത് പിന്നെ ഞാൻ MA MPhilഉം കർണാട്ടിക്കിലാണ് ചെയ്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ, പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, അപ്പൂപ്പന്റെ കുറെ കോമ്പോസിഷൻസ്, അപ്പൂപ്പൻ മലയാള കീർത്തനങ്ങൾ ഒരു 300-ന് കൂടുതൽ കോമ്പോസിഷൻസ് അപ്പൂപ്പൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വളരെ ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ അത് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ കർണാട്ടിക് കുറച്ചും കൂടെ ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൂപ്പൻ കമ്പോസിംഗ് ആയതുകൊണ്ട് കമ്പോസിംഗിലോട്ട് വല്ല ഒരു കഴിവ് എനിക്കുള്ളതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ ഒരുപാട് കമ്പോസ് ചെയ്യും. അപ്പം അച്ഛൻ എന്നോട് പറയും, ഇപ്പം പെട്ടെന്ന് തന്നെ ഈ അടുത്തൊക്കെ കവിതയൊക്കെ ചൊല്ലാനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പണ്ടൊക്കെ അച്ഛനാണ് ട്യൂൺ ചെയ്ത് വരുന്ന കവിത. അപ്പൊ എനിക്ക് അപ്പൊ ഈ അടുത്ത് വന്നപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനി ചെയ്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്ത്. അപ്പൊ ഞാൻ തനിയോ. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് അച്ഛന് വോയിസ് റെക്കോർഡ് ചെയ്തൊക്കെ അയക്കും. പച്ചമറി രസം ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ചമ്മലും ആ ഉള്ളി അത് മാറ്റിയാ പറ്റും. പക്ഷെ ഇതുവരെ ട്രൈ അങ്ങനെ ചെയ്തിട്ടില്ല. ചുമ്മാ ഈ കവിതയൊക്കെ നമ്മൾ ഒരു ട്യൂണിൽ അങ്ങനെ ചൊല്ലാറുണ്ടെന്നേ ഉള്ളൂ. ഇതുവരെ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ആ ഒരു റൂട്ട് അതാണല്ലോ, ഉണ്ടാവാം. ചെയ്തിട്ടില്ല. അതെ, അപ്പം കൊച്ചുമക്കളുടെ ആ ഒരു ഇതില് ഞാൻ മാത്രമേ പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി അച്ഛന്റെ ചേച്ചിയുടെ മോളൊക്കെ നന്നായിട്ട് പാടും. പ്രൊഫഷനായിട്ട് അവരാരും ചൂസ് ചെയ്തില്ല. ഞാനും അച്ഛനും മാത്രമേ മ്യൂസിക്കിൽ ആയിട്ടും തന്നെ നിന്നുള്ളൂ. ബാക്കി എല്ലാരും വേറെയാണ്. സിംഗിങ് അല്ലാത്ത സമയത്ത് ബാക്കി എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്?
സിംഗിങ് മാത്രം തന്നെ സിംഗിങ് വീട്ടിലങ്ങനൊന്നും ചെയ്യാറില്ല, പ്രാക്ടീസ് ചെയ്യും മാത്രമേ ഉള്ളൂ. വീട്ടിലിരിക്കുമ്പോ വെറുതെ ഇരിക്കുക. പെയിന്റിങ് ഇഷ്ടമാണ്, പക്ഷെ കുക്കിംഗ് ഒക്കെ പാടാണ്. കുക്കിംഗ് ഒക്കെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ തന്നെ ഇരിക്കുക, ഫോണൊക്കെ നോക്കി. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇച്ചിരി ഫോൺ വളരെ ശല്യമായി മാറുന്നുണ്ട്. ഞാൻ ഇങ്ങനെ റീലുകൾ ഇത്തിരി അത് വേണല്ലോ ആണ്, പക്ഷെ ഇത് ആണ് നമ്മുടെ സ്വന്തം സമയത്തിനേക്കാൾ കൂടുതൽ ഞാനിപ്പം അതിൽ ഇച്ചിരി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് നമ്മളെ അതിലേക്ക് ആക്കണു. അപ്പൊ അത് ഇച്ചിരി അധികം കൂടുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയം മൊത്തം ഇൻസ്റ്റാഗ്രാം നോക്കുക. അല്ല, എന്താ ഈ കവർ സോങ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണമല്ലോ. അതൊക്കെ നോക്കാറുണ്ട്. വീഡിയോസ് ഇടുമ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ ഏറ്റവും പഴയ നോക്കിയാണ് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ അതാകുമ്പം എന്തായാലും ഇനി സ്റ്റേജ് ഷോസിന് ഇടാൻ പറ്റാത്തതുകൾ നോക്കിയിട്ട് വീഡിയോസിന് അങ്ങനത്തെ ഒക്കെ ഇടും. അപ്പൊ ഇത്രയല്ലേ മാക്സിമം കാണുള്ളൂ. അപ്പൊ അതിലൊരു കളർ നന്നായിട്ട് തോന്നിക്കുന്നതൊക്കെ ഇടും. അല്ല, സ്റ്റേജ് ഷോസിന് ഞാൻ നോക്കി. അതിന് എന്നെ എൻ്റെ അമ്മയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഡ്രസ്സിങ് കൊള്ളാം എന്ന് പറയുമ്പോൾ ഞാൻ അമ്മ എന്ന് പറയും. എല്ലാം എനിക്കിപ്പോഴും അതൊരു പക്ഷെ ഒരു ചീത്ത സ്വഭാവമായി മാറി. ഇവിടുന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യും അമ്മേനെ. അമ്മ ഇതാണോ നല്ല ഇതാണോ, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, ഞാൻ എടുക്കാനും ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അമ്മ ഇത് തന്നെ എന്ന് പറയുന്ന ആ നിമിഷമേ ഞാൻ എടുക്കുള്ളൂ. അതൊരു ശീലമായി പോയി. ഇപ്പൊ എല്ലാം അമ്മ വേണം ആ ഒരു ഡ്രസ് സെലക്ഷന്. അപ്പൊ അത് അമ്മയാണ് കൂടുതലും മൊത്തത്തിലുള്ള ഒരു ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് സ്റ്റേജ് ഷോസിന് ഞാൻ കുറച്ചും കൂടെ പുതിയത് അങ്ങനെ നോക്കും. വീഡിയോസിന് ഞാൻ ഇച്ചിരി കാഷ്വൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഡ്രസ്സിങ് നോക്കാറില്ല. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ കിട്ടാൻ ഞാൻ വീട്ടിലിരിക്കുന്ന ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് അങ്ങനെ പുറത്താരും അറിയാം, അതെ, ഒരു ഷർട്ട് മുകളിൽ കൂടെ ഇട്ടിട്ട് ഇവിടം വരെ അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന വീഡിയോസാണ്. എന്നാ ഇനി ഫ്രണ്ട്സ് ആണ് ചെയ്യുന്നത്. നാളത്തെ ഫാഷനായിട്ട് വരാൻ പോണത് പറയാൻ പറ്റില്ല. വളരെ അതുകൊണ്ട് അത് കണ്ടിട്ടായിരിക്കും അടുത്ത ആൾക്കാർ കോപ്പി ചെയ്യുന്നത്. ഞാൻ പുറത്തു പോകുന്ന ഒരു ഷർട്ട് എടുത്ത് ഇങ്ങനെ ഇട്ട് അങ്ങനെ ചെയ്യുന്ന മിക്കതും ഉണ്ട്. പിന്നെ എല്ലാം ഈ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ കൂടെ എല്ലാത്തിനും ഉള്ളത്. ഇപ്പൊ ജോബി അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞാ ഇത് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്താൽ മതി, അപ്പൊ വലിയ അറിയില്ല. സോ കവേഴ്സിന് വേണ്ടി ഞാൻ അങ്ങനെ ഡ്രസ്സിങ് ഒരുപാട് നോക്കാറില്ല. പക്ഷെ ഷോസിന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എല്ലാരും ഇപ്പൊ അത് കാരണം കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നമ്മള് ഒരു അപ്പിയറൻസിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും ഇപ്പൊ ഭയങ്കര നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞാൽ മാത്രം പോലും നമ്മൾ കുറച്ചൊരു അപ്പിയറൻസിലും കൂടെ കുറച്ച് ഒരു ഭംഗിയും അല്ലെങ്കിൽ ഒരു നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ അതില് നമുക്ക് ഒരു വേറെ മാർക്ക് ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കും പുറത്ത് ഷോസിന് ഇറങ്ങുമ്പോ. അല്ലാത്തതിനൊക്കെ വളരെ മറ്റേ പരിതാപകരമായാണ് ബാക്കി പുറത്തൊക്കെ ഇറങ്ങുന്നത്. പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? മറ്റേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്റെ പ്ലേ. തമിഴ് കൂടുതൽ, ഞാൻ കുറച്ച് കൂടുതൽ തമിഴ് കേൾക്കുന്ന ആളാണ്. തമിഴ് ഇഷ്ടമാണ്. പഴയ പാട്ടുകളുണ്ട് കുറെ ലിസ്റ്റില്. ഇപ്പം ബാബുക്ക, ദേവരാജ്, അങ്ങനത്തെ മലയാളം ആണെങ്കിൽ അങ്ങനത്തെ കുറെ ഉണ്ട്. ഇടയ്ക്ക് ഇതുപോലെ കംപ്ലീറ്റ് പഴയതായിരിക്കും. മീൻസ് കാറിലാണെങ്കിലും ഞാൻ ട്രെയിനിൽ ഒരുപാട് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ ട്രെയിനിൽ ഫുൾ ചിലപ്പോൾ ഈ മറ്റേ പഴയ അവിടുന്നൻ അങ്ങനത്തെ കുറെ പാട്ടുകൾ കേട്ടു പോകും. ആ ജാനകിയമ്മ, സുശീലമ്മ, ജാനകിയമ്മ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പൊ അത് കുറെ കേൾക്കും. ഇടയ്ക്ക് വെച്ച് പിന്നെ നേരെ രാജാ സാർ തമിഴിലേക്ക് പോകും. പിന്നെ മൂഡാണ്. അതുകൊണ്ട് ഒരു ഇന്ന സോങ് എന്നില്ല, എനിക്കിങ്ങനെ സീസൺ ആണ്. ഇടയ്ക്ക് വെച്ച് ഹാരിസ് ജയരാജന്റെ പ്രാന്തായിരുന്നു. അപ്പോൾ അത് ഹാരിസ് ജയരാജന്റെ മാത്രം കേൾക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റഹ്മാൻ സാറിന്റെ വീണ്ടും വരും. അങ്ങനെ നമുക്ക് എല്ലാം ഞാൻ കാരണം ഈ ഹാരിസ് ജയരാജന്റെ ഇടയ്ക്ക് വരാൻ കാരണം ഞാൻ പുള്ളിയുടെ ഷോ കാണാൻ പോയിരുന്നു. അപ്പൊ ഭയങ്കര മറ്റേ പ്രാന്തായി. കാരണം സ്കൂള് മുതലേ നമ്മൾ ആ സൂര്യ ഫാനൊക്കെ ആയതുകൊണ്ട് ആ പാട്ടുകൾ കേട്ട് അപ്പൊ അത് വീണ്ടും ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറെ സീസൺ ആണ് എന്നെ. അച്ഛൻ പാടിയ പാട്ടിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? കാറ്റേ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ മൂളി വരുന്ന അച്ഛൻ നടൻ എന്ന് പറഞ്ഞ മൂവിയിൽ പാടി. അത് നല്ലൊരു സോങ് ആണ്. അത് ഔസേപ്പച്ചൻ സാറിന്റെ മൂളി വരുന്ന മുളങ്കാറ്റിൽ. അത് അച്ഛനും മൃദുല ചേച്ചിയും കൂടെ പാടിയ. അത് നല്ല സോങ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഒരു വിദ്യാസാഗർ സാറിന്റെ വാളെടുക്കണമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് നല്ല ക്യൂട്ട് പാട്ടാണ്. കാറ്റേ ഓഫ് കോഴ്സ് നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ പിന്നെ അങ്ങനെ കുറെ അച്ഛൻ പാടിയതിൽ ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്. പിന്നെ അച്ഛൻ കമ്പോസ് ചെയ്ത കുറെ പാട്ടുകൾ എനിക്ക് ഇഷ്ടം. പക്ഷെ ആരും അത് കേൾപ്പിക്കത്തില്ല. അത് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവിടെ കേട്ട് അങ്ങ് പോവും. അങ്ങനെ കുറെ പാട്ടുകൾ, നല്ല സോങ്സ് അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ ഇതുപോലെ കവിത പോലെ ചെയ്ത ഒരു പാട്ടാണ് പറഞ്ഞതാണ് കുറ്റം എന്ന് പറഞ്ഞൊരു പാട്ട്. അത് പിന്നെ ലേറ്റർ ഓൺ ചിത്രേച്ചി പാടിയ പാട്ടാണോ? അത് രണ്ടുപേരും പാടിയിട്ടുണ്ട്. അയ്യോ, അത് ഇവിടെ
ഇവിടെ ഈ നഗരത്തിൽ എന്ന് പറഞ്ഞ് പത്മേന്ദ്ര പ്രസാദ് ആണ് അങ്കിളാണ് അതിന്റെ ഡയറക്ഷൻ ഒക്കെ ചെയ്തത്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട് എടുക്കുന്നു. അദ്ദേഹം തന്നെ അത് എഴുതിയതും, പത്മേന്ദ്ര പ്രസാദ് തന്നെയാണ് എന്നത്തെ എഴുതിയതും. അപ്പൊ ആ പാട്ട് പെട്ടെന്ന് പ്രസാദങ്ങൾ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു നമുക്ക് ഈ പാട്ട് സിനിമയിൽ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇറക്കിക്കോളൂ എന്നുള്ള. കാരണം അച്ഛനാണ് ഇതിന്റെ ഈ കവിതാ മോഡലിൽ അച്ഛനായിരുന്നു പാടി വെച്ചിരുന്നത്. അത് അപ്പൊ പുള്ളി അവള് പറയുമ്പോ പുള്ളി പറഞ്ഞു നമുക്ക് എന്നാ ദാസാറിനെ കൊണ്ട്. അപ്പൊ അച്ഛൻ എന്റെ പാട്ട് ദാസാറോ? അയ്യോ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ ഈ പാട്ടൊന്നും സാറിന് കൊടുക്കാൻ പാടില്ല, അത് മോശമാണെന്നൊക്കെ പറഞ്ഞ അച്ഛൻ പ്രസാദങ്ങൾ പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരു കിട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ഒന്നും ഇല്ല ഇനി കിട്ടാൻ. ദാസാറിനെ കേൾപ്പിച്ചു. ദാസാർ പറഞ്ഞു തീർച്ചയായിട്ടും പാടാം. അങ്ങനെ അച്ഛൻ മറ്റേ ചെന്നൈയിൽ പഞ്ചത്തൻ സ്റ്റുഡിയോ, റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് അതൊക്കെ അച്ഛൻ എപ്പോഴും പറയാം എന്റെ ഒരു ഡ്രീം ചെയ്തില്ല, പക്ഷെ അതൊരു ഡ്രീം പോലെ ആയി മാറി. എനിക്ക് എപ്പോഴും അത് ഡ്രീമാണ്. ദാസാർ വന്നിട്ട് അത് പാടുകയാണ്. ദാസാർ അച്ഛനോട് ചോദിക്കും ഇങ്ങനെ ഞാൻ പാടട്ടെ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും സാറിന്റെ ശബ്ദം മാത്രം മതി. അത് പക്ഷെ ഭയങ്കര നല്ല പാട്ടാണ്, നല്ലതാ. അത് ദാസാറിന്റെ ആണ് മെയില്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഫീമെയില് വേണം ഇല്ല ഈ പ്രസാദങ്ങളാട്ടോ. അച്ഛന് ഇതിൽ ഒരു അഭിപ്രായവും ഇല്ല. പ്രസാദങ്ങൾ പറഞ്ഞു നമുക്ക് ഫീമെയില് ചിത്ര. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതെന്താ ബമ്പറോ? അപ്പൊ ചിത്രാൻറ്റി എന്ന് പറയുന്ന അച്ഛൻ ചിത്രാൻറ്റിയൊക്കെ സ്കൂളും കോളേജസിൽ ഒരുമിച്ച് അങ്ങനെ കോമ്പറ്റീഷനിലൊക്കെ ചെയ്തുകൊണ്ട് ചിത്രാൻറ്റി അടുത്ത് കുറച്ചും കൂടെ ഒരു കംഫർട്ട് പറയാൻ പറ്റി. അപ്പൊ ചിത്രാൻറ്റി പിന്നെന്താന്ന് പറഞ്ഞു ചിത്രാൻറ്റി വേറെ ഒരു വേർഷൻ അത് പാടി വെച്ചിരിക്കുന്നത്. രണ്ടും ഒരേ ട്യൂണാണെങ്കിലും ആ രണ്ടുപേരുടെയും സിംഗിങ് ഒരു രക്ഷയില്ല. 2 വേർഷൻസ് ആണത്. അത് ഭയങ്കര നല്ല പാട്ടാ. നമുക്കതൊരു 4 വരി എന്തായാലും അച്ഛന് വേണ്ടിട്ട്. കരിനീല കണ്ണിലെ കാതര ഭാവത്തെ കവിതയായി കണ്ടതുമെന്റെ കുറ്റം. പുഞ്ചിരി പൂവിതൾ ചുണ്ടത്തു കണ്ടപ്പോൾ എന്തിനു വെമ്പിയതെന്റെ കുറ്റം. എന്തിനു വെമ്പിയതെന്റെ കുറ്റം. പറഞ്ഞതാണു കുറ്റം, നീ അറിഞ്ഞതാണു കുറ്റം. പലരും കൊതിക്കുന്ന നിൻ പ്രേമ പുഷ്പത്തെ പലവരു ചോദിച്ചതെന്റെ കുറ്റം. ഇങ്ങനെ നല്ല പാട്ടാണ് അത്. പക്ഷെ ഇത് അങ്ങനെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയോ ഇതൊന്നും എനിക്ക് അത്ര അറിയില്ല. ആ സമയത്തൊക്കെ അച്ഛൻ ഇത് പല FMസിലൊക്കെ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. കാരണം നമ്മളായിട്ടൊരു പുഷ് കൊടുക്കണമല്ലോ. അപ്പൊ അന്ന് സോഷ്യൽ മീഡിയ അത്രയ്ക്കൊന്നും ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഇന്നത്തെ പോലത്തെ ആയിട്ടില്ല. അപ്പം ഈ FMസിലൊക്കെ ചോദിച്ചപ്പോൾ ഇത് ഭയങ്കര സോബർ ആയിട്ടുള്ള സോങ് ആയതുകൊണ്ട് FMൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ അധികം ആൾക്കാർ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ അടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഇതുപോലെ ഈ മഴ അങ്ങനത്തെയൊക്കെ ഒരു വെച്ചിട്ട് ഈ പാട്ട് ആരോഗ്യം ഇട്ടിരിക്കുന്നു. അപ്പൊ ഈ കവിത ഭയങ്കരമായിട്ട് നല്ല കവിതയാണ്, വരികളാണ്. അപ്പൊ ഈ ട്യൂണും വന്ന് ദാസാറിന്റെ ഈ ഇങ്ങനത്തെ ശബ്ദത്തിലും കൂടെ അത് വരുമ്പോ ഭയങ്കര കുറെ പേർക്ക് ഈ കവിതകൾ ഇഷ്ടപ്പെടുന്ന കുറെ പേർക്ക് അങ്ങനെ ഇങ്ങനത്തെ എഡിറ്റഡ് വീഡിയോസ് കുറെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു. മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. നല്ല പാട്ടാ. പ്രത്യേകിച്ച് ദാസാർ അത് പാടിക്കഴിഞ്ഞിട്ട് അച്ഛനോട് ഇറങ്ങുമ്പോ ദാസാർ ചോദിച്ചു ഇതിന്റെ ഒരു അന്ന് CD, അപ്പം ഇതിന്റെ ഒരു CD-യിലാക്കി എനിക്ക് പാട്ട് തരുമോ, പ്രഭയെ കേൾപ്പിക്കാനാ. അപ്പൊ എന്നിട്ട് പ്രഭാൻഡി കേട്ടിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ അടുത്തിറങ്ങിയതിൽ ദാസാറിന്റെ നല്ലൊരു പാട്ട് എന്ന് പറഞ്ഞന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് അച്ഛനെ സംബന്ധിച്ച് വലിയൊരു അവാർഡ് തന്നെയാണ്. അച്ഛൻ ഇനിയും ഇങ്ങനെ ഒരുപാട് എഴുതണം എന്നാണ്. അതെ, അച്ഛൻ ആക്ച്വലി നന്നായിട്ട് കമ്പോസ് ആക്ച്വലി ചെയ്യും. ഇത് ഒരുപാട് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാം ആ സോങ്സ് ഒക്കെ കയ്യിലില്ല, അത് ഒന്നും കൂടെ നമുക്ക് റീഡ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാം എളുപ്പമല്ലേ ചെയ്തിറക്കാം. അപ്പച്ചൻ നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അത് അപ്പൂപ്പന്റെ സൈഡിൽ നിന്ന് സംഭവിച്ച എന്താ വെച്ചാൽ അപ്പൂപ്പൻ നല്ല കാര്യമായിട്ടാ പറയാം. അപ്പൂപ്പൻ പറയുന്നത് എന്റെ പാട്ട് നല്ലതാണെങ്കിൽ ആൾക്കാരെ ഏറ്റി പാടും, അതിപ്പോ എന്റെ പേരൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതി വെച്ചില്ല. അപ്പൂപ്പൻ ഇത് അപ്പൂപ്പന്റെ ആണെന്നോ നൊട്ടേഷൻസോ ഒന്നും ചെയ്തു വെച്ചില്ല. എനിക്ക് അത് വലിയൊരു ഭാഗ്യം. അമ്മൂമ്മയുടെ കൂടെ എനിക്കൊരെണ്ണം പാടി ഇറക്കാൻ പറ്റി, അപ്പൂപ്പന്റെ പാട്ട് തന്നെ.
അമ്മൂമ്മയുടെ 92-ലാണ് അത് അമ്മൂമ്മ പാടുന്നത്. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് 94 ആയി. അപ്പം അമ്മൂമ്മ 92-ൽ അത് പാടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ 92-ാം വയസ്സിൽ ഞാൻ കൊച്ചുമകൾ കൂടെ പാടുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് അത് ആയിട്ടൊരു. അപ്പം എന്നോട് ഇത് സാറ് പാടുമ്പം പറഞ്ഞത്, ഇതിനു മുമ്പ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷം പാടുന്ന മെയിൻ സിംഗറിന് പാടുമ്പോൾ ഒരു ഇത് വന്നിട്ട് സോങ്ങിൽ നിന്നൊക്കെ മാറി ആ കുട്ടി തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തു. ഈശ്വര